മകനായി മാറ്റിയോനേ, ലോകമെമ്പാടും ഈ സമയത്ത് ടെലിവിഷനിലൂടെ ഇന്റർനെറ്റിലൂടെയും ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാനാകുന്നു എന്ന് യേശു പറയുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളിൽ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിലേക്ക് വേഗത്തിൽ എൻ്റെ കൂടെ വന്നാട്ടെ. 10-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് സംസാരിക്കുവാൻ പോകുന്നത്. പക്ഷേ സംസാരിക്കാൻ പോകുന്നതിൻ്റെ ആകെത്തുക 15 വാക്യങ്ങൾ വായിക്കാതെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകും, വേറെ ഒന്നുമല്ല, യേശു വാതിലാകുന്നു. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തുകൊണ്ട് ആ പദത്തെ ഒന്ന് സ്വീകരിച്ചാട്ടെ. യേശു വാതിലാകുന്നു. ഹല്ലേലൂയ. 1, 2, 3, 4, 5, 6, 7 വാക്യങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. താഴേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നത്തേതിൽ വായിച്ചാട്ടെ, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം. പക്ഷെ ദയവായി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടിയ പല പ്രയോഗങ്ങളുണ്ട്. ഒന്നാമത് യേശു പറയുന്നു, ഞാൻ വാതിലിലൂടെ കടക്കുന്നവനാകുന്നു. രണ്ടാമത് യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു. നിങ്ങൾ ആദ്യമേ കണ്ടത് ഞാൻ വാതിലിലൂടെ കടക്കുന്ന കള്ളനല്ലാത്ത നല്ല ഇടയനാകുന്നു. വാതിലിലൂടെ കടക്കാത്തവനോ ആടുകളുടെ. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. വാതിലിലൂടെ കടക്കുന്ന ആടുകളുടെ ഇടയനാണ് യേശു 10-ന്റെ 2-ാമത്തെ വാക്യത്തിൽ. എന്നാൽ പിന്നെയും നിങ്ങൾ താഴേക്ക് വരിക, 9-ാമത്തെ വാക്യം നോക്കുക. 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, ഞാൻ വാതിൽ ആകുന്നു. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. വാതിലിലൂടെ കടക്കുന്നവൻ യേശു ആകുന്നു. ഇപ്പോൾ യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു. ഹല്ലേലൂയ. താഴേക്ക് ഇനി ഈ ആശയത്തെ കൂടുതൽ പരിശുദ്ധാത്മാവ് തുറക്കുന്നുണ്ട്. ദയവായി നിങ്ങൾ ആദ്യം ഈ 2 ആശയത്തിൽ ഒന്ന് നിങ്ങളുടെ കണ്ണ് നട്ടാട്ടെ, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ താഴേക്കുള്ള വായന പിന്നത്തേതിൽ സഹായിക്കുമാറാകട്ടെ. യേശു പറഞ്ഞത് ഞാൻ വാതിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നല്ല. യേശു പറഞ്ഞത് ഞാൻ വാതിൽ കാണിച്ചു തരാം എന്നുമല്ല. യേശു പറഞ്ഞത് ഞാൻ വാതിലാകുന്നു. അടുത്തിരിക്കുന്ന 2 പേർക്ക് കരം കൊടുത്തു പറ, യേശു വാതിലാകുന്നു. ഹല്ലേലൂയ. യേശു ആണ് വാതിൽ. യേശു നിങ്ങളോട് പറഞ്ഞത് വാതിൽ ഞാൻ കാണിച്ചു തരാമെന്നല്ല. യേശു നിങ്ങളോട് പറഞ്ഞത് ഞാൻ വാതിലാകുന്നു എന്നാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശു ആണ് വാതിൽ. യേശു ആകുന്ന വാതിലിലൂടെ കൂട്ടിൽ പ്രവേശിക്കുവാൻ കൃപ ലഭിച്ച ആട്ടിൻകൂട്ടമാണ് നിങ്ങൾ. ഹല്ലേലൂയ. ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ. യേശു ആകുന്ന വാതിലിലൂടെ കൂട്ടിൽ പ്രവേശിപ്പാൻ കൃപ ലഭിച്ച ആട്ടിൻകൂട്ടമാണ് നിങ്ങൾ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവേശിച്ചത് യേശുവിലൂടെയാണ്. ഈ കൂട്ടിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചത് കർത്താവാണ്. നിങ്ങൾ കയറിയതല്ല. നിങ്ങളെ ഇതിനകത്ത് ഒരുവൻ വാതിലായി വന്ന് കയറ്റിയതാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. യേശു ഇവിടെ പറയുന്ന ആ പദത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ 15 വാക്യങ്ങൾ നിങ്ങളൊന്ന് വിശദീകരിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമേ പറയുന്നു ഞാൻ വാതിലാകുന്നു. പിന്നത്തേതിൽ പറയുന്നു വാതിലിലൂടെ കടക്കുന്നവൻ ഞാനാകുന്നു. അപ്പോ വാതിലിലൂടെ അല്ലാതെ കടക്കുന്ന ആരോ ഉണ്ട്. അതുകൊണ്ടാണ് യേശു എടുത്തു പറയുന്നത് ഞാൻ വാതിലിലൂടെയാണ് കടക്കുന്നത്. ഞാൻ വാതിലിലൂടെയാണ് കടക്കുന്നതെന്ന് യേശു എടുത്തു പറയണമെങ്കിൽ ഞാൻ വാതിലിലൂടെ അല്ലാതെ കടക്കുന്നവരുമുണ്ട്. താഴേക്ക് നിങ്ങൾ വായിച്ചാട്ടെ. 7-ാമത്തെ വാക്യം നോക്കിക്കേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ആടുകളുടെ വാതിൽ ആകുന്നു. എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ഹല്ലേലൂയ. കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. അവരേത് വഴിയാ വന്നേ? താഴേക്ക് വായിച്ചു നോക്കിക്കോ.
ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഓക്കെ. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ പുറം കണ്ടെത്തുകയും ചെയ്യും. ഓക്കെ. മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ. മോഷ്ടിക്കാനും അറക്കാനും മുടിക്കാനും. അപ്പൊ തനിക്ക് മുമ്പേ വന്ന ഇതിന് ഇച്ചിരി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അതൊന്ന് പറയാതെ അതങ്ങോട്ട് അത്ര കണ്ട് മനസ്സിലാകത്തില്ല സാധാരണക്കാർക്ക്. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരാൾ സൗഖ്യമായി കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരാൾ സൗഖ്യമായപ്പോൾ പരീക്ഷന്മാരെല്ലാവരും കൂടെ ഈ ഇവൻ്റെ പിന്നാലെ കൂടി. ഒടുവിലെ മാതാപിതാക്കളെ അവിടെ പിടിക്കപ്പെട്ടു. മാതാപിതാക്കളെ കൊണ്ടുവന്ന് ചോദിച്ചു, നിങ്ങളുടെ മകൻ തന്നെയാണോ ഇവൻ? അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിച്ചറിയേ. കാരണം ഈ യേശു ദൈവം എന്ന് വിശ്വസിക്കുന്നവരെ അന്നത്തെ യഹൂദന്മാരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ഇത് ഭയന്ന് ഇവൻ ഞങ്ങളുടെ മകനാണ്, ഇവന് സൗഖ്യം കിട്ടിയെന്നൊന്നും പറയാൻ തയ്യാറായില്ല. പിന്നെ അവരിങ്ങനെ പറഞ്ഞു, ഇവന് പ്രായമുണ്ടല്ലോ, ഇവനോട് ചോദിക്കുകയും. അപ്പം പരീക്ഷ വൃന്ദം വല്ലാതെ ജനത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് 9-ാം അധ്യായത്തിലെ സാഹചര്യം. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് 10-ാം അധ്യായത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ ഉപദേശം പോലെ തന്നെ പരീക്ഷൻ്റെ ഉപദേശങ്ങളോട് ഏകദേശം താരതമ്യപ്പെടുത്തി അവിടെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പരീക്ഷന്മാരും ആത്മീയനാ, കർത്താവും ആത്മീയനാ. അവരുടെ രീതി പോലെ തന്നെയാ കർത്താവിൻ്റെ രീതി എന്നായിരുന്നു. അപ്പം കർത്താവ് പറയുക, അവരല്ല യഥാർത്ഥം, ഞാനാ യഥാർത്ഥം. അവര് വാതിലൂടെ കയറിയവരല്ല, പിറകിലൂടെ കയറിയവരാകുന്നു. എന്തിനാ അവർ കയറിയത്? അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും. ആ വാക്യം ദയവായി ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ഇടയനും 10:10 മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളം വരുന്നില്ല. മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളം വരുന്നില്ല. അടുത്തത്, അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. സമൃദ്ധിയായിട്ടുണ്ടാകാനും ഒക്കെ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ 3 കാര്യം യേശു ഇവിടെ പറയുകയാണ്. 1, ഞാൻ വാതിലൂടെ അകത്ത് കയറിയ യഥാർത്ഥ ഇടയനാകുന്നു. 2, ഞാൻ വാതിലാകുന്നു. 3, ഞാൻ ജീവനെ നൽകിയ ഇടയനാകുന്നു. കരമടിച്ച് യേശുവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. താഴേക്ക് വരുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ചെന്നായി വരുന്നത് കണ്ടപ്പോ ഇട്ടേച്ചു പോയവനല്ല ഞാൻ, മറിച്ച് ചെന്നായിയുടെ മുമ്പിൽ. 12-ാമത്തെ വാക്യം നോക്കിക്കേ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. 12-ാം വാക്യം മോല് വായിച്ചാലേ മനസ്സിലാവും. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അടുത്തത്, ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ അവനും ഉണ്ട് അവിടെ. അതുകൊണ്ട് അവിടെ എടുത്തു പറയുന്നേ, വഴിയല്ലാത്ത, വാതിലൂടെ അല്ലാതെ പുറകിലൂടെ കയറിയവൻ അവൻ ഇടയനല്ല, കൂലിക്കാരനാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ. 12-ാമത്തെ വാക്യം, ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു, ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനാകൊണ്ട് ആടിനെ കുറിച്ച് അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. എന്നാൽ ഞാൻ അങ്ങനല്ല, ഞാൻ നല്ല ഇടയനാകുന്നു. അടുത്ത വാക്യം 14-ാമത്തെ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്ന പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഞാൻ എന്ന് പറയുന്ന ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന ഇടയനാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഈ വാക്യങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത്? യേശുവാകുന്ന വാതിലിലൂടെ യേശുവിൻ്റെ കൂട്ടത്തിൽ കയറുവാൻ കൃപ ലഭിച്ച ആടുകളാണ് നാം. ഇനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സേഫ്റ്റിയെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഇതിനകത്ത് കയറിയവർ ഓർക്കുക, ഇതിനകത്ത് അറുക്കാനും മുടിക്കാനും കയറിയവനല്ല ഇപ്പൊ കയറിയിരിക്കുന്നത്, ജീവൻ തരാനും സമൃദ്ധമായ ജീവൻ തരാനുമാ കയറിയിരിക്കുന്നത്. അവര് വന്നത് നിങ്ങളിലുള്ളത് എടുക്കാനാ, ഞാൻ വന്നത് എനിക്കുള്ളത് നിങ്ങൾക്ക് തരാനാ. ഇല്ല കേട്ടില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. അവര് വന്നത് നിങ്ങളിലുള്ളതിനെ അപഹരിക്കാനാ, പക്ഷെ ഞാൻ വന്നത് എന്നിലുള്ളത് നിങ്ങൾക്ക് തരാനാ. എത്ര പേര് കരമടിച്ച് യേശുവിന് മഹത്വം കൊടുക്കും? യേശു വന്നത് നിങ്ങളിലുള്ളത് എടുക്കാനല്ല, യേശുവിലുള്ളത് നിങ്ങൾക്ക് തരാനാണ്. 2-3 പേർക്ക് കരം കൊടുത്തെന്ന് പറഞ്ഞു. യേശു വന്നത് നിങ്ങളിലുള്ളതിനെ എടുക്കാനല്ല, യേശുവിലുള്ളതിനെ നിങ്ങൾക്ക് തരാനാണ്. ഓ, കരമടിച്ച് യേശുവിനൊന്ന് മഹത്വം കൊടുത്തു.
എന്തായിരുന്നു യേശുവിലുള്ളത്? യേശുവിലുള്ളത് ജീവനും സമൃദ്ധമായ ജീവനുമായിരുന്നു. അത് യേശു തന്നത് നിങ്ങൾക്കും എനിക്കുമാണ്. അതുള്ള മക്കളാണ് ഇവിടെ ഇരിക്കുന്നേ. അതുള്ള മക്കളെ ഇതിനെ മോഷ്ടിക്കാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തുകൊണ്ട് ആ ജീവനെ ഒന്ന് സ്വീകരിക്കാനായിട്ട് തുടങ്ങിക്കോ. ഹല്ലേലൂയ. സോ ഇവിടെ 4-5 കാര്യങ്ങൾ സാധാരണക്കാരൻ ഇന്ന് രാവിലെ മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ കയറിയിരിക്കുന്ന കൂട് സേഫാണ്. അതാ ഒന്നാമത്തെ ചിന്ത. ഇവിടെ തള്ളി കയറി വരാൻ ആർക്കും പറ്റത്തില്ല. കാരണം ഇത് തള്ളി കയറി വരണമെങ്കിൽ ഈ വാതിൽ ക്രോസ് ചെയ്തിട്ട് വേണം കയറാൻ. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? വീട്ടിലിരിക്കുന്ന എന്നെ ആരേലും ഉപദ്രവിക്കണമെങ്കിൽ ആ വാതിലൂടെ കയറി വന്നിട്ട് ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. ആ വാതിലൂടെ ഒരുത്തനും കയറി വരാൻ ധൈര്യപ്പെടുകയല്ല. കാരണം ആ വാതിൽ യേശുവാ. ഇല്ല, മനസ്സിലായില്ല. നിങ്ങളെ ഭദ്രമാക്കി മറച്ചു വെച്ചിട്ട്, ദയവായിട്ട് ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, നിങ്ങളെ ഭദ്രമാക്കി മറച്ചു വെച്ചിട്ട് യേശു ഇവിടെ വാതിലാവുകയാണ്. എന്നിട്ട് എന്നോട് നിങ്ങളോട് പറയാണ്, ദേ ആരേലും വരുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട. അറുക്കാനും മുടിക്കാനും വരുന്നവനൊന്നും ഈ വഴി വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ വാതിൽ കാണിച്ചു കൊടുത്തവനല്ല, ഞാൻ വാതിലാ. ഓ, അർത്ഥവിധ എന്നെ ക്രോസ് ചെയ്യാതെ. നല്ല പദം പറഞ്ഞു. ഞാൻ അറിയാതെ എന്നെ കടന്നിട്ടല്ലാതെ, എന്നെ തരണം ചെയ്തിട്ടല്ലാതെ, ഞാൻ അഭിമുഖീകരിക്കാതെ നിങ്ങളൊന്നും അഭിമുഖീകരിക്കത്തില്ല. എത്ര പേരുടെ ഉള്ളിൽ അത് വീഴുന്നെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, കർത്താവേ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന ചില അവസ്ഥകൾ എനിക്ക് ഉൾക്കൊള്ളാനും പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല. കർത്താവ് പറയാം, മോനെ, ഞാൻ തരണം ചെയ്യാത്തതൊന്നും നിന്റെ അടുക്കൽ വന്നിട്ടില്ല. എന്തേലും നിന്റെ അടുക്കൽ വരുന്നെങ്കിൽ ഓർത്തോ, അത് എന്നിലൂടെ അല്ലാതെ വന്നിട്ടില്ല. അതിനെ ഞാൻ കൈകാര്യം ചെയ്യാതെ നിന്റെ അടുക്കൽ വിട്ടിട്ടില്ല. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തോ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാവിലെ കണ്ട ഒരു സാധാരണ ചിത്രം എന്നെ ആക്ഷേപിച്ചു. തള്ളക്കോഴി കാലുകൊണ്ട് ചെകയുകയാണ്. കൂടെ ഒരു ബറ്റാലിയൻ കുഞ്ഞുങ്ങളുണ്ട്. 10-12 കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ഞാൻ കണ്ടപ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ചെകയുന്നതിനിടയിൽ ഒരു വലിയ പഴുതാര ഇതാ വേഗത്തിൽ ചാടി പുറത്തു വന്നു. പഴുതാര കുഞ്ഞിനിട്ട് കൊടുത്തില്ല. തള്ളക്കോഴി അതിനെ കടിച്ച് കൊടഞ്ഞ് കൊത്തി ചെറിയ ചെറിയ പീസുകളാക്കി കുഞ്ഞിനിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അത് എനിക്ക് അപകടമാ, പക്ഷെ നിങ്ങൾക്കത് അവസരമാ. എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. എത്ര പേര് എനിക്ക് കേട്ടു എന്ന് എനിക്കറിയില്ല. കേട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ഒരൽപ്പം പോലും സംശയമില്ലാതെ കർത്താവിൽ ഉറച്ച് കരമടിച്ച് സ്വീകരിച്ചോ ഈ വാക്യത്തെ? യേശുവിനെ ക്രോസ് ചെയ്യാതെ. ഇല്ല, എനിക്ക് അതിന് നല്ല പദം കിട്ടുന്നില്ല. യേശു അറിയാതെ, അത് കടക്കാതെ. നല്ല പദം പറ. എന്നതായത് നല്ല വാതിൽ യേശു ആയതുകൊണ്ട് ആ വാതിലിനകത്താ ഞാനിരിക്കുന്നത്. ആ വാതിലിനകത്താ ഞാനിരിക്കുന്നത്. ഇതാ വാതിലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതുവഴി അല്ലാതെ ആർക്കും കയറാൻ പറ്റുകയില്ല. ഇവിടെ നിൽക്കുന്നത് മരണത്തെയും പാതാളത്തെയും ജയിച്ച, എത്ര പേര് ഇവിടെ ഉണ്ട്? മരണത്തെയും പാതാളത്തെയും ജയിച്ച യുദ്ധവീരനായ സൈന്യങ്ങളുടെ ദൈവമായ നമ്മുടെ കർത്താവായ യേശുവാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുട്ടും മടങ്ങുന്നവനാ വാതില്. അതിന്റെ അകത്താ ഞാനിരിക്കുന്നത്. ഇന്ന് രാവിലെ രോഗം കയറി വരുമ്പോ വാതില് തന്നെ നിന്നോണ്ട് പറയുന്നു, ധൈര്യമുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്തിട്ട് എന്റെ മകന്റെ അടുക്കലേക്ക് വാ. ശാപം എഴഞ്ഞഴഞ്ഞു വരുമ്പോ ഇന്ന് രാവിലെ വാതിക്കൽ നിന്നുകൊണ്ട് ഒരുവൻ പറയുന്നു, എന്നെ അഭിമുഖീകരിച്ചിട്ട് ധൈര്യമുണ്ടെങ്കിൽ അകത്തേക്ക് വാ. എത്ര പേര് കേൾക്കുന്നു ഇവിടെ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ കടഭാരം മുക്കുമെന്ന് പറഞ്ഞ് മുമ്പിൽ പർവ്വത സമാനമായി നിൽക്കുമ്പോ വാതിലായവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, എന്നെ തീർത്തിട്ടല്ലാതെ എന്റെ ഈ കുഞ്ഞിനെ തൊടാൻ പറ്റത്തില്ല. ഞാൻ വാതിലാകുന്നു.
പോരാ പോരാ, കരങ്ങളെ അടിച്ചോണ്ട് ചില മിനിറ്റുകൾ കരമുയർത്തി ചേർത്തടിച്ചുകൊണ്ട്, ഓ ഇന്ന് രാവിലെ കരമുയർത്തി ചേർത്തടിച്ചുകൊണ്ട് ശക്തിയോടെ ശക്തിയോടെ, പേടിക്കരുത് പേടിക്കരുത്, പേടി കൂടാതെ കരമടിച്ച് യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിക്കോ. ഒന്നും നിങ്ങളെ തളർത്തുകയില്ല. ഓ, വാതിക്കൽ നിൽക്കുന്ന യേശുവിനെ കാണുക. അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് കരം കൊടുത്തു പറ, വെറുതെ പ്രശ്നങ്ങളെ കാണാതെ വാതിക്കൽ നിൽക്കുന്ന യേശുവിനെ കാണുക. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിൽ പറ ഹല്ലേലൂയ. ഇവിടെ 4-5 കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയണമെന്ന് ആഗ്രഹിച്ചത്. ഓരോന്നായിട്ട് വേഗത്തിൽ പറയാം. കൂലിക്കാരൻ എന്ത് ചെയ്യുന്നു, കർത്താവ് എന്ത് ചെയ്യുന്നു? 3-ാം വാക്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. ഓക്കെ, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ഇതാ 4-ാമത്തെ കൂട്ടര ഇവിടെ, കാവൽക്കാർ. കാവൽക്കാർ. ഇവിടുത്തെ ആശയത്തെ നിങ്ങളൊന്ന് മുഴുവൻ കണ്ടാട്ടെ. ഒരു കൂട്ടമുണ്ട്, ആ കൂട്ടത്തെ കുറിച്ച് പിന്നീട് കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്. പിന്നീട് ആ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ എന്ന വിശേഷണം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഇവിടെ പറയുന്ന ഉപമാർത്ഥങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളത്തിലേക്കൊന്ന് വീണാട്ടെ. ഇവിടെ ഒരു തൊഴുത്തുണ്ട്. തൊഴുത്തെന്ന് പറയുന്നത് ആടുകളുടെ ഇടം, ആടുകൾ താമസിക്കുന്ന സ്ഥലം, വിശ്രമ കേന്ദ്രം, ആടുകളുടെ വിശ്രമ കേന്ദ്രം. ഓക്കെ, ഈ ആടുകളുടെ വിശ്രമ കേന്ദ്രത്തെ പരിപാലിക്കുന്ന കാവൽക്കാരുണ്ട്. ഓക്കെ, 3 ചിത്രം കാണുക. ഒന്ന്, തൊഴുത്തുണ്ട്, ആടുകൾ വിശ്രമിക്കുന്ന തൊഴുത്തുണ്ട്. 2, ആ തൊഴുത്തിന് പുറത്ത് വാതിൽ കാവൽക്കാരുണ്ട്. ഇനി അതിന്റെ നേരെ അകത്ത് വാതിലുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇവിടെ ഈ വാതിൽ കാവൽക്കാർ എന്നത് അപ്പോസ്തലന്മാരാണെങ്കിൽ, വാതിൽ യേശു ആണെങ്കിൽ, തൊഴുത്ത് നിങ്ങളും ഞാനും കയറിയ ഇടമാണെങ്കിൽ, അർത്ഥം മനസ്സിലാക്കിക്കൊള്ളുക. എളുപ്പത്തിൽ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഹല്ലേലൂയ. യേശു ആകുന്ന വാതിലിലൂടെ ഈ തൊഴുത്തിൽ പ്രവേശിച്ച ആടുകളായ നിങ്ങളെ പരിപാലിക്കുവാൻ വാതിലുണ്ട്. വാതിൽ കടന്നിട്ടല്ല നിങ്ങളുടെ അടുക്കലൊന്നും വരികയില്ല. മാത്രമല്ല കാവൽക്കാരുണ്ട്. കാവൽക്കാരെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സഭയിലെ 5 വിധ ശുശ്രൂഷകരാണ്. അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്. ഹല്ലേലൂയ. ഇവരറിയാതെ ഒന്നും നടക്കുകയില്ല, വാതിലറിയാതെ ഒന്നും നടക്കുകയില്ല. സീ ദ സേഫ്റ്റി. ഹല്ലേലൂയ. ഇനി താഴേക്ക് വായിച്ചോ, 3-ാമത്തെ വാക്യം നോക്കിയോ. അവന് ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഇനിയാണ് അടുത്തത്. ഇപ്പൊ അകം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. ആ ചിത്രം ഒന്നുകൂടെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരാൻ വേണ്ടി ഞാനൊന്ന് പറയാം. ഓക്കെ, വാതിൽ കാവൽക്കാരുണ്ട്, വാതിലുണ്ട്, തൊഴുത്തുണ്ട്. ഇനി പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറയാവേ. പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറയാം. ഓക്കെ, താഴേക്ക് വായിച്ചു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ അവൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അവൻ കാവൽക്കാരല്ല, കാവൽക്കാരുടെ ശബ്ദം കേൾക്കുന്നു എന്നല്ല എഴുതിയേക്കുന്നേ. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, ഇടയന്റെ ശബ്ദം കേൾക്കുന്നു, വാതിലായവന്റെ ശബ്ദം കേൾക്കുന്നു. ഇനി നോക്കണം താഴേക്ക് വായിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാകും. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരുന്നു. അപ്പം ആടുകളുടെ പേര് പോലും ഇവൻ അറിയാം. കരമടിച്ചൊന്ന് യേശുവിന്റെ ആരാധന. ഹല്ലേലൂയ. ഓ, ഈ തൊഴുത്തിനാണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ തൊഴുത്തിൽ കയറിയവൻ ഭദ്രമാ. ഈ തൊഴുത്തിൽ കയറിയവൻ ഭദ്രമാ. ഓ, 3-4 പേർക്ക് കരം കൊടുത്ത് പറഞ്ഞു, ഈ തൊഴുത്തിൽ കയറിയോ ഭദ്രമാ. ഒന്ന് പറഞ്ഞു, യേശു ആകുന്ന വാതിലിലൂടെ കർത്താവിന്റെ തൊഴുത്താകുന്ന കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ അവിടുത്തെ രാജ്യത്തിലേക്ക് കയറിയ നിങ്ങൾ ഭദ്രമാണ്. ഹല്ലേലൂയ. ഇനി അകത്തെ സേഫ്റ്റി ഒക്കെ പറഞ്ഞില്ലേ, ഇനി പുറത്തുള്ള കാര്യം പറയാം. അകത്ത് യു ആർ സേഫ്. ഇനി പുറത്തോ
ക്രിസ്ത്യൻ ലൈഫിന്റെ മറ്റൊരു മുഖമാണ്. അത് കർത്താവ് വിശദീകരിക്കുകയാണ്. 3-ാം വാക്യത്തിലേക്ക് വായിച്ചു. അവൻ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ഓക്കെ, അടുത്തത്. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. അടുത്തത്. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച്. ബന്ധം നോക്ക്. അവന്റെ ശബ്ദം കേൾക്കുന്നു. ഇവിടെയാണ് ആഴം കർത്താവ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സമ്പ്രദായം അവിടെ ഇല്ല. അറിയാമെങ്കിൽ അറിയാം. ഇങ്ങോട്ട് നോക്കിയാൽ ഞാനൊന്ന് വിശദീകരിക്കാം ഇച്ചിരി ഒന്ന്. ഇവിടുത്തെ ഈ സാഹചര്യം എന്താണെന്നറിയാമോ? കാലൻ കൊട കണ്ടിട്ടുണ്ടോ? കാലൻ കൊട ഇവിടെയൊക്കെ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന കാലൻ കൊട ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? കാലൻ കൊട ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അതേ ഒരു കട ഉയർത്തി കാണിച്ചേ. ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും ഒന്ന് കാണിച്ചേ. അത് കാണിച്ച പെട്ടെന്ന് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഓടി വാച്ചായ വേഗം വാ. കാലൻ കൊട കണ്ടിട്ടില്ലേ? കാലൻ കൊട. ഹല്ലേലൂയ. ഡോക്ടറിൽ എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം തന്നായിരുന്നു. ഇതൊന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് വരിക. തിരിച്ചു വന്നേക്കാം, പേടിക്കണ്ട കേട്ടോ. ഹലോ, തിരിച്ചു വന്നേക്കാം. ഓക്കെ. ഇടയൻ്റെ കയ്യിൽ ഇതുപോലൊരു വടി കാണും. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പച്ചിലയൊക്കെ ഇങ്ങനെ ചായച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ മറുഭാഗം. ഓക്കെ. ഇതിന് വേറെ ഒരു അഗ്രമുണ്ട്. അതിതാ ഈ ഇടത്തോട്ട് തിരിയേണ്ട സമയത്ത് ജസ്റ്റ് തട്ടിയും മുട്ടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. ഇതാണ് സാധാരണ സമ്പ്രദായം. അല്ലാതെ ഇടയൻ്റെ ശബ്ദം കേട്ടൊന്നും അവിടെ ആടുകളൊന്നും പോകാറില്ല. വടിയില്ലാതെ ആടുകളൊന്നും പോകാറില്ല. പക്ഷെ ഇവിടുത്തെ ആടിൻ്റെ പ്രത്യേകത എന്ന് നോക്കിക്കേ, ഇതുങ്ങൾക്ക് വടിയില്ല, ശബ്ദമേ ഉള്ളൂ. കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ആടുകൾ ഇടയന്റെ വടി കണ്ട് അനുഗമിക്കുന്നു എന്നാണോ വായിച്ചേക്കുന്നത്? ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. ഇത് ബന്ധമാണ്. ഹല്ലേലൂയ. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. അടുത്ത വാക്ക് നോക്കിക്കോണേ. ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. അടുത്തത് നോക്കിക്കോണേ. തനിക്കുള്ളവയൊക്കെയും. ഇവിടെയാണ് ഇത്. നിങ്ങൾ സ്വീകരിക്കാതിരിക്കരുത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നെ വളരെ ബലപ്പെടുത്തിയ ഒരു വാക്ക്. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുക്കും. നോക്കുക, ഈ ചിത്രം ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകരുത്. വാതിലുണ്ട്, വാതിൽ യേശുവാണ്. ആ വാതിലിന് യേശു നിയമിച്ച കാവൽക്കാരുണ്ട്. തൊഴുത്തുണ്ട്. ആ തൊഴുത്തിൽ പ്രവേശിക്കപ്പെട്ട മക്കളാകുന്ന ആടുകൾ നിങ്ങളാണ്. നിങ്ങൾ വടി കണ്ട് അനുഗമിക്കുന്നവരല്ല, നിങ്ങൾ ശബ്ദം കേട്ട് അനുഗമിക്കുന്നവരാണ്. ഓ ജീസസ്. അടി പേടിച്ച് ചുവേ നടക്കുന്നവരല്ല നിങ്ങൾ. ഇടയന്റെ ശബ്ദത്തിനനുസരിച്ച് ചുവേ നടക്കുന്നവരാ നിങ്ങൾ. തീർന്നില്ല. നിങ്ങളെ പുറത്തിറക്കി തീരുന്നത് വരെ ഇടയൻ വെയിറ്റ് ചെയ്യുന്നു. ഇനി പുറത്തിറക്കി കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് മുമ്പേ അവൻ നടക്കുന്നു. ആ ചിത്രം ഒന്ന് കണ്ടേ. എന്നാ അതിന്റെ അർത്ഥം? മുമ്പേ നടക്കുന്നു. ആ വാക്യത്തിനൊന്ന് അടിവര കിട്ടോ? ആ വാക്യം ഒന്നൊന്ന് വായിച്ചു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവയ്ക്ക് മുമ്പായി അവൻ നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. മുമ്പേ നടക്കുന്നു. യേശുവിനെ പിക്ചർ ചെയ്തിരിക്കുന്ന ആ രൂപങ്ങൾ കണ്ടേ? വാതിലാണ്. എന്നെ ക്രോസ് ചെയ്തല്ലാതെ ഒന്നും ഇതിനകത്ത് കയറിയല്ല. എന്നിട്ട് ഇനി പുറത്തോ പുറത്ത് കർത്താവ് പറയാ, ഞാൻ മുമ്പേ പോവാ. എത്ര പേര് എന്റെ കൂടെ ഉണ്ട്? ഹല്ലേലൂയ. രണ്ടർത്ഥം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് എഴുതുക. ഒന്ന്, അകത്തും നിങ്ങൾ സുരക്ഷിതരാണ്. രണ്ട്, പുറത്തും നിങ്ങൾ സുരക്ഷിതരാണ്. അകത്ത് ചെന്നായിക്ക് കയറാൻ ഒക്കത്തില്ല. ചെന്നായി വരാൻ സാധ്യതയുള്ളത് പുറത്താ. അതുകൊണ്ടാ അവൻ മുമ്പേ നടക്കുന്നേ. ഇന്ന് രാവിലെ വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടുന്ന സകല ചെന്നായ്ക്കളെ നോക്കി പുഞ്ചിരിച്ചോണ്ട് പറ, മുമ്പിൽ കർത്താവ് നടക്കുന്ന അത്രയും കാലം
പോരാ 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 പോരാ, വേഗത്തിൽ കരമടിച്ച് അതിനെ സ്വീകരിക്കാൻ തുടങ്ങിക്കോ. ഇന്നിവിടെ ബിസിനസ്സുകാർ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ബിസിനസ്സുകാർ വന്നിട്ടുള്ളവരെന്ന് കരങ്ങൾ ഉയർത്തിക്കാട്ടെ, 2 കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ബിസിനസ്സുകാർ വന്നിട്ടുള്ളവരെ, ബിസിനസ്സുകാർ അറിയേണ്ട സത്യം ഇതാണ്: നിങ്ങളുടെ ബിസിനസ്സിന് മുമ്പേ ഒരാൾ നടപ്പുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തിക്കാട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങള്, മക്കളെ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് മുമ്പേ ഒരാൾ നടക്കുന്നുണ്ട്. എത്ര പേര് കേൾക്കുന്നു എനിക്കറിയില്ല, പക്ഷെ കേൾക്കുന്നവരുടെ പലരുടെ മേലും ഭാവിയെ കുറിച്ച് വിചാരപ്പെടുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ കരം ഉയർത്തി ചേർത്തടിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വാക്യത്തെ സ്വീകരിച്ചു. എനിക്ക് മുമ്പേ. ആ ചിത്രമായി ഇവിടെ കാണാൻ. കുടുംബ ജീവിതത്തിനകത്ത് വലഞ്ഞു വന്നിരിക്കുന്നവരോടുണ്ട്. അവരോട് പറയാണ്, നിങ്ങൾക്ക് മുമ്പേ നിങ്ങളല്ല ഇത് നയിക്കുന്നത്, നിങ്ങൾക്ക് മുമ്പേ ഞാനുണ്ട്. ഇന്ന് രാവിലെ കർത്താവ് പറയുന്ന ചലഞ്ച് അതാ: എന്നെ അഭിമുഖീകരിക്കാതെ ഒന്നും നിന്നെ തൊടത്തില്ല. ഞാൻ അവിടെ ആ ഇടയന്റെ സിസ്റ്റമാറ്റിക് ഓർഡർ ഇന്ന് രാവിലെ കണ്ട് കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. ആടെല്ലാം ഇറങ്ങുന്നത് വരെ കാത്തു നിൽക്കുന്നു. തൊഴുത്തിൽ വാതിലൂടെ കയറ്റിയ ശേഷം എല്ലാം ഇറങ്ങുന്നത് വരെ കാത്തു നിൽക്കുന്നു. എല്ലാ ആടുകളും ഇറങ്ങി കഴിയുമ്പോൾ എന്നാ ആടുകൾ മുമ്പേ പോട്ടെ, ഞാൻ പുറകെ നടക്കാമെന്നല്ല, ഞാൻ മുമ്പേ പോകും. എന്റെ ആടുകൾ എന്റെ പുറകെ വരും. ഓ ജീസസ്, അവന്റെ ശബ്ദം കേൾക്കുന്നു. അതുകൊണ്ട് അവ എന്നെ അനുഗമിക്കുന്നു. എന്നിട്ട് പറയുക 5-ാം വാക്യം, 10-ാം അധ്യായത്തിന് 5-ാം വാക്യം, അതോടെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് എഴുതണമേ. ജോൺ 10:5, 10:5. അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവർക്ക് അറിയത്തില്ലെന്ന്. അന്യന്മാരുടെ ശബ്ദത്തിൽ അവർക്ക് അറിയത്തില്ലെന്ന്. ഇങ്ങനത്തെ ഒരു ആട്ടിൻകൂട്ടത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശബ്ദം കേൾക്കുമ്പോ ഇവർക്ക് ഡൗട്ടില്ലെന്ന്. ഓ, യേശുവിന്റെ നാമം ജയമേ. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ അർത്ഥത്തിൽ അത് വീഴണമെന്ന് ഞാൻ ആശിക്കുന്നു. ശബ്ദം കേൾക്കുമ്പോ ഇവർക്ക് ഡൗട്ടില്ലെന്ന്. ഇത് പിശാചിന്റെ ശബ്ദമാണോ, ഇത് കർത്താവിന്റെ ശബ്ദമാണോ എന്ന് ഇവർക്ക് സംശയമില്ലെന്ന്. ഇത് ദൈവികമായ പദ്ധതിയാണോ അതോ ഇത് ദൈവികമല്ലയോ എന്ന് ഇവർക്ക് സംശയമില്ലെന്ന്. കാരണം ഇവര് ജനിച്ചപ്പം മുതൽ ഇവര് കേൾക്കുന്നത് ഒരൊറ്റ ശബ്ദമോ, ഇവരുടെ അപ്പന്റെ ശബ്ദം. വേറെ ഒരു ശബ്ദത്തിനും. ഞാൻ ഈ ആട്ടിൻകൂട്ടത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വേറെ ഒരു ശബ്ദത്തിനും തിരിയാൻ പറ്റാത്തൊരു കൂട്ടം. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം എന്ന് പറയുന്നത് അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട്. അവർക്ക് അറിയത്തില്ല. ഓ ജീസസ്. അന്യന്മാരുടെ ശബ്ദം അവർക്ക് അറിയത്തില്ല. അവർക്കറിയാവുന്ന ഒരു ശബ്ദമേ ഉള്ളൂ, അത് ജീവനെ കൊടുത്ത ഇടയന്റെ ശബ്ദം. ഓ, യേശുവിന്റെ നാമം ജയം. ആ ശബ്ദം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ ശബ്ദമാണ്. ജീവനെ തന്നവന്റെ ശബ്ദമാണ്. ഇതാ പറഞ്ഞ, നിങ്ങളെ ആർക്കും തെറ്റിച്ചു കളയാൻ പറ്റുകയില്ല. ആ വഴി ഈ വഴി, ആ വഴി ഈ വഴി നിങ്ങളെ തെറ്റിക്കാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ ഓരോ മിനിറ്റിലും ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടുകളാണ്. വടി കണ്ട് പുറകെ നടക്കുന്ന നിങ്ങൾ വടിയൊടിയുമ്പം പുറകെ നടപ്പ് നിർത്തും. പക്ഷെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ അനുദിനം ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും, എൻ്റെ ബ്രദറെ, എനിക്കൊരു കൺഫ്യൂഷനുമില്ല, എന്താകുമെന്ന് എനിക്കൊരു സന്ദേഹവുമില്ല. ഇന്ന് രാവിലെയും എൻ്റെ പ്രാണപ്രിയന്റെ ശബ്ദം ഞാൻ എൻ്റെ ചെവിയിൽ കേൾക്കുന്നു. ഇതാകുന്നു എന്നോട് പറയുന്ന. എത്ര പേരത് സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയില്ല. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരുടെ മേൽ ഈ അഭിഷേകം വ്യാപരിച്ചു തുടങ്ങട്ടെ. ഞാൻ അവ എന്റെ ശബ്ദം കേൾക്കുന്നു. യേശുവിന്റെ നാമം ജയം. ഹല്ലേലൂയ. 4 ആശയങ്ങളെ ഏറ്റെടുത്തോണ ചായ. 1, ഞാൻ അകത്ത് സുരക്ഷിതനാ. 2, ഞാൻ പുറത്ത് സുരക്ഷിതനാ. 3, എനിക്ക് വേറൊരു ശബ്ദം കേൾക്കാൻ പറ്റുകയില്ല. ഈ ശബ്ദത്തിന് എൻ്റെ കാതിനെ തുളച്ചിരിക്കുക.
ഈ ശബ്ദത്തിന് എൻ്റെ കാത് കൂർപ്പിച്ചിരിക്കുക. എനിക്ക് വേറൊന്നും കേൾക്കാൻ പറ്റുകയില്ല. ഓ ജീസസ്, ഇങ്ങനത്തെ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓ യേശുവിന്റെ നാമം ചെയ്യമേ. എത്ര പേര് സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇടയന്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരാട്ടിൻ കൂട്ടത്തെ ദൈവം ഇന്നിവിടെ എഴുന്നേൽപ്പിക്കുക. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവർക്ക് വേറൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് മാറുരൂപ മലയിൽ വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് നിങ്ങൾ കേൾക്കുവിൻ, ഇവന് ചെവി കൊടുപ്പീൻ, ഇവന്റെ വാക്കിന് ചെവി കൊടുക്കുവിൻ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം, ഏതോ ഒരു ആവേശത്തിൽ നിങ്ങൾ എഴുന്നേറ്റതല്ല. ഈ മിനിറ്റ് മുതൽ നിങ്ങൾ ആ നിയന്ത്രണം അനുഭവിക്കാൻ പോവുക. 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 ഏത് നിയന്ത്രണമാണെന്നറിയാമോ? അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകുന്നു. ആ പദം ഒന്ന് തൊട്ട് വായിച്ചേ. അവരന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് ഈ ആടുകൾ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകുന്നു. ആരും അവരോട് ഓടാൻ പറഞ്ഞില്ല, അവര് പോലും അറിയാതെ ഓടുക. നേരം വെളുക്കുമ്പോ മുതൽ രാത്രി വരെ അവരുടെ പുറകെ ആരും ഉപദേശവുമായി നടക്കുന്നില്ല. പക്ഷേ അവർ തെറ്റിപ്പോകുന്നില്ല. എന്നാ കാര്യം? ഇത് ഡയറക്റ്റ് കണക്ഷനാ. ഇത് എന്റെ ശബ്ദം കേൾക്കുന്ന അങ്ങനെയുള്ള മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനത്തെ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. അന്യന്റെ ശബ്ദം അറിയാത്ത ഒരു തലമുറ. ഹല്ലേലൂയ. ജീവന്റെ നാഥന്റെ ശബ്ദത്തിൽ അനുകരിക്കുന്ന തലമുറ. മിനിങ്ങാന്ന് രാവിലെ ഒരു സഹോദരൻ ഫോൺ ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ പിശാച് എന്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുക. ഞാൻ ചോദിച്ചു, എന്റെ സഹോദര, പിശാച് മന്ത്രിക്കുന്നത് നീ എങ്ങനെ കേട്ടു? സാത്താൻ മന്ത്രിക്കുന്നു നീ എങ്ങനെ കേട്ടു? ഹേയ്, ഹല്ലേലൂയ. പിശാച് ചെവി പറഞ്ഞ് നിനക്ക് എങ്ങനെ കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്കും എനിക്കും. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളുടെയും എന്റെയും ചെവി വേറൊരു ശബ്ദം മാത്രമേ കേട്ടാൽ പ്രതികരിക്കൂ എന്ന പരുവത്തിൽ. ഇതാ സ്വയം യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ഇതാണ്. ഓ, ഇതനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ബാക്കിയുള്ളവരൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ടാണല്ലോ ഇവിടെ വേറെ ആരുടെ ശബ്ദം കേൾക്കുന്നില്ലെന്ന് പറയുന്നേ. അന്യന്മാരുടെ ശബ്ദം അറിയായി കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ. അപ്പൊ അന്യന്മാരുടെ ശബ്ദം ഉണ്ട് അവിടെ. അനുഗമിച്ചോ ഞങ്ങളെ എന്ന് പറയുന്ന അന്യന്മാരുടെ ശബ്ദം ഉണ്ട്. പക്ഷെ എത്ര കേട്ടിട്ടും ഇവിടുന്ന് ശബ്ദത്തിൽ നിന്ന് വിട്ടുമാറാൻ പറ്റുന്നില്ല. ഇന്ന് ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്നവർക്കായി സ്തോത്രം. എന്തൊരു ജീവിതമായത്! ഞാൻ അകത്ത് സുരക്ഷിതനാണ്. അകത്തു മാത്രമല്ല, ഞാൻ പുറത്തും സുരക്ഷിതനാണ്. അകത്ത് അവൻ വാതിലാണ്, പുറത്ത് അവൻ പരിചയാണ്. അകത്ത് അവൻ ഫിക്സ്ഡ് ആണ്, പുറത്ത് അവൻ നടക്കുന്നവനാണ്. ഞാൻ വിശ്രമിക്കുമ്പോൾ അവൻ വാതിലാണ്, ഞാൻ നടക്കുമ്പോൾ അവൻ മുമ്പേ നടക്കുന്നവനാണ്. എത്ര പേരൊന്ന് കേട്ടു അറിയത്തില്ല. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ അവൻ വാതിലാണ്, നിങ്ങൾ നടക്കുമ്പോൾ അവൻ മുമ്പേ നടക്കുന്നവനാണ്. പോരാ 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 പോരാ, കരമുയർത്തി ചേർത്തടിച്ചുകൊണ്ട് അത് സ്വീകരിക്കാൻ തുടങ്ങിയിട്ടു. ഒരിക്കലും ചിന്തിക്കരുത്, ഞാൻ മിടുക്കനായ കൊണ്ട് ഞാൻ ഉറങ്ങി, മിടുക്കനായ കൊണ്ട് ഞാൻ ഉണർന്നു, മിടുക്കനായിരുന്നുകൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചു, മിടുക്കനായിരുന്നുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്തു. നോ, നിങ്ങൾ ഉറങ്ങിയപ്പോൾ അവൻ വാതിലായി, നിങ്ങൾ ഉണർന്നപ്പോൾ അവൻ മുമ്പിൽ നടക്കുന്നവനായി.
ഒരു ദിവസം പോലും ഇത് മാറിയിട്ടില്ല. മാറിയിരുന്നെങ്കിൽ നിങ്ങൾ ജീവനോട് ഇവിടെ ഇരിക്കയില്ലായിരുന്നു. ഓ, ആ കൃപയ്ക്കായിട്ട് ഇന്ന് രാവിലെ എത്ര പേര് ദൈവത്തെ സ്തുതിക്കും. ഓ, ഇത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. കിടക്കുമ്പോ ഓർത്തോണം അവൻ വാതില, കിടക്കുമ്പോ ഓർത്തോണം അവൻ വാതില, കിടക്കുമ്പോ ഓർത്തോണം അവൻ വാതില. ഓ ജീസസ്, ഞാൻ അകത്ത് കയറുമ്പോ ഓർത്തോണം അവൻ വാതില, ഞാൻ പുറത്തിറങ്ങുമ്പോ ഓർത്തോണം അവൻ എൻ്റെ മുമ്പേ നടക്കുക. ഒരു 5 പേർക്കെങ്കിലും കരം കൊടുത്തത് പറയണമേ. ഓ ഹല്ലേലൂയ. ഒരു 5 പേർക്കെങ്കിലും കരം കൊടുത്തത് പറയണമേ. നിങ്ങൾ പുറത്തിറങ്ങിയപ്പോ അവൻ മുമ്പിൽ നടക്കുന്നവനായി, നിങ്ങൾ അകത്ത് കയറിയപ്പോ അവൻ വാതിലായി. മടിക്കരുത്, മടിക്കരുത്, മടിക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾ സക്സസ് ആയി, അതുകൊണ്ടാണ് നിങ്ങൾ സക്സസ് ആകാൻ പോകുന്നേ. ഇന്ന് രാവിലെ സകലത്തെ നോക്കി തൻ്റെ ഇടത്തോടെ നെഞ്ചും നെറ്റിയും വിരിച്ച് അഭിമാനത്തോടെ വെല്ലുവിളിക്കാൻ നിനക്ക് കഴിയുന്നതിന്റെ രഹസ്യം എന്നാ? പറ. എന്നായി തൻ്റെ ഇടം? ഞാൻ വിശ്രമിക്കുമ്പോ എന്റെ വാതിലായി യേശു നിൽക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോ, ഞാൻ റെസ്റ്റ് ചെയ്യുമ്പോ യേശു വാതിലായിട്ട് നിൽക്കുന്നു. എന്നാൽ ഞാൻ ഈ ലോകത്തിലൂടെ നടക്കുമ്പോ യേശുവിന്റെ പുറകെയാ ഞാന്. യേശുവിന്റെ മുമ്പേ നടക്കുന്നു. നായകനവൻ. സ്വന്തമാക്കി എന്നെ തീർത്തിടുവാൻ സ്വന്തം രക്തം സ്വന്തമാക്കി എന്നെ തീർത്തിടുവാൻ സ്വന്തം രക്തം പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ പോലെ പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ സ്വന്തമാക്കി എന്നെ തീർത്തിടുവാൻ. ഉള്ളിലെഴുതിക്കോ, ഉള്ളിലെഴുതിക്കോ. നിങ്ങൾ ഉറങ്ങുമ്പോ അവൻ വാതില. ഓ, എന്നെ അത് വല്ലാതെ കുലുക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോ അവൻ വാതില, നിങ്ങൾ ഉറങ്ങുമ്പോ അവൻ വാതില. നിങ്ങൾ നടക്കുമ്പോ അവൻ മുമ്പിൽ നടക്കുന്നവനാ. ഓ ജീസസ്. ഇല്ല, ഞാനിതിനെ അങ്ങനെ വിടാൻ തയ്യാറല്ല. ഇന്ന് രാവിലെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന സകലത്തെ നോക്കി പുഞ്ചിരിച്ചോണ്ട് പറ, ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റിയല്ലടാ. സാഹചര്യങ്ങളുടെ മുമ്പിൽ എനിക്ക് മുമ്പേ അവൻ നടക്കും. ഇടയനെ പോലെ എന്നെ തേടി വന്നു പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഓ, ഇടയനെ പോലെ എന്നെ തേടി വന്നു പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ സ്വന്തമാക്കി എന്നെ തീർത്തുവല്ലോ. സ്വന്തം രക്തം എനിക്കേകിയല്ലോ. ആ കാർ പോർച്ചിൽ നിന്ന് നിങ്ങൾ കാർ ഇറക്കുന്നത് കാത്തു നിന്ന ദൈവകൃപയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിന്റെ സ്കൂൾ ബസ്സിലേക്ക് ആ കുഞ്ഞ് ഓടിക്കേറിയപ്പോ മുമ്പേ കയറിയ ദൈവകൃപയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ ബസ്സിൽ കയറി യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് മുമ്പേ കയറിയ ഒരു കരത്തെ കണ്ടിട്ടുണ്ടോ? ഇന്നത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ ഉറങ്ങുമ്പോ യേശു എനിക്ക് വാതില, ഞാൻ ഉണരുമ്പോ അവൻ എന്റെ മുമ്പിൽ നടക്കുന്നവനാ. 1000 പ്രാവശ്യം അത് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അത് എഴുതട്ടെ. ഓരോ മക്കളും പറഞ്ഞത് സ്വീകരിച്ചേ. ഞാൻ ഉറങ്ങിയപ്പോ അവൻ എനിക്ക് വാതില ബ്രദറെ, ഞാൻ ഉറങ്ങിയപ്പോ അവൻ എനിക്ക് വാതില പക്ഷേ, ഞാൻ ഉറങ്ങിയപ്പോ അവൻ എനിക്ക് വാതില, ഞാൻ ഉണർന്നപ്പോ അവൻ എന്റെ മുമ്പിൽ നടക്കുന്ന ദൈവകൃപയാ. മുമ്പിൽ നടക്കുന്ന കണ്ടിട്ട് നിങ്ങൾ താഴോട്ട് വായിക്കണം, താഴോട്ട് വായിക്കണം. ചെന്നായി വരുന്നത് കണ്ടപ്പം, ഹല്ലേലൂയ, ചെന്നായി വരുന്നത് കണ്ടപ്പം. എത്രാമത്തെ വാക്യവാത്?
12. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോ ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ആ രംഗം നിങ്ങളൊന്ന് കണ്ടേ. വാതിലായവൻ അവിടെ നിൽക്കുന്നു, കൂലിക്കാരനായവൻ. അപ്പൊ ഇവിടെ 3 കൂട്ടരെ നിങ്ങൾ കാണുക. 1 വാതിലായ യേശു, 2 കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകർ, 2 കാവൽക്കാരെന്ന രൂപേണ നടക്കുന്ന കൂലിക്കാർ. കാവൽക്കാരെ പോലെ വസ്ത്രം ധരിച്ച കൂലിക്കാർ. അവരുടെ വാക്കുകൾ കാവൽക്കാരെ പോലെ തോന്നും, പക്ഷെ അവർ കൂലിക്കാരാ. അവർ ബന്ധത്തിലേക്ക് വന്നിട്ടില്ല. അവരിപ്പോഴും ചോദിക്കുന്ന കൂലി എന്നാ കിട്ടുമെന്ന. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരാം, എന്നാ കിട്ടുമെന്ന് ചോദിച്ചു വരുന്നവർ കൂലിക്കാർ. അവർക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. എന്നാൽ ഒരു കൂട്ടരുടെ മുമ്പിൽ ഇതാ കർത്താവ് നിൽക്കുന്നു. ഓ ഹല്ലേലൂയ. കാവൽക്കാരുടെ മുമ്പിൽ ഇതാ കർത്താവ് നിൽക്കുന്നു. ചെന്നായി വരുന്നത് കണ്ടപ്പോൾ കൂലിക്കാരൻ ഇട്ടേച്ചു പോയി. കർത്താവ് പറഞ്ഞു, എന്നെ കീറിയിട്ടല്ലാതെ എന്റെ ഈ കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഏറ്റെടുത്തോ ഈ ദൈവകൃപയെ, ഏറ്റെടുത്തോ ഈ അഭിഷേകത്തെ, ഏറ്റെടുത്തോ ഈ പരിശുദ്ധാത്മാവിനെ. അയ്യോ, ഇന്ന് ഹല്ലേലൂയ. 13, 12, 13, 14 വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ ശ്രദ്ധി. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. അടുത്തത്, ഞാൻ നല്ല ഇടയൻ. ഞാൻ നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ. 15-ാം വാക്യം, ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവനെ കൊടുക്കുന്നു. 16-ാം വാക്യം, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. അവര് ശബ്ദം കേട്ട് നടക്കുന്നവരാ. അടുത്തത്, ഒരാട്ടിൻ കൂട്ടവും ഒരിടയനും ആകും. ഓ, അതിനായിട്ടൊന്ന് കരമടിച്ച് യേശുവിന് മഹത്വം കൊടുക്കും. ലോകം മുഴുവൻ ഒരാട്ടിൻകൂട്ടം ഒരിടയനുമാകും. ഇന്ന് പല തൊഴുത്തുകളുണ്ട്, തൊഴുത്തുകൾ പല പേരുകളിലുണ്ട്. ഇനി അങ്ങോട്ട് ആ പേരുകളൊന്നും കാണുകയല്ല. ഒറ്റ തൊഴുത്തും ഒറ്റ ഇടയനും ഉണ്ടാവും. അയ്യോ ജോസ് ബ്രദറെ, ഇന്ന് ആ ഒരു പദത്തെ നിൽക്കാൻ കർത്താവിനോട് പറയുന്നു. ജീവനെ കൊടുത്തിട്ടാണേലും എൻ്റേതിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഇവിടെ കർത്താവ് പറയുന്ന ഒരു പദം കൂടെ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കിക്കോ. എൻ്റെ കയ്യിൽ നിന്ന് 16 മുതലുള്ള വാക്യങ്ങൾ, ആരും അതിനെ എന്നോട് എടുത്ത് കളയുന്നില്ല. 18-ാമത്തെ വാക്യം പ്ലീസ് അതുകൂടെ ഒന്ന് അടിവര ഇടുക. ആരും 17 മുതൽ വായിച്ചു വെച്ചാ, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എടുത്ത് എന്നോട് എടുത്ത് കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ എടുക്കുന്നു, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. ജീവനെ കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഈ അധികാരം എനിക്ക് പിതാവ് തന്നതാ. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാനുള്ള ഒരു അധികാരം പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ആ അധികാര പ്രകാരം ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. കേൾക്കുന്നവർക്കായി സ്തോത്രം. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അങ്ങനെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അധികാരം പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ആ അധികാര പ്രകാരം ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുത്തിരിക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ജീവനെ സ്വീകരിച്ചവരാകുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവരിൽ നിന്ന് അതിനെ എടുത്തു കളയാൻ ആർക്കും കഴിയുകയില്ല. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. തുടങ്ങി. ഇന്ന് ജോസ് ബ്രദറെ, ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് ഞാൻ ഇന്ന് വാതിലാകും. ചിലർക്ക് മുമ്പേ നടക്കുന്നവനാകും ഞാൻ. ആരാധന ഏറ്റെടുക്കുന്നേ പെട്ടെന്ന് സ്വീകരിക്കാൻ താല്പര്യമുള്ളവര്
വചനത്തോട് പ്രതികരിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിക്കോ. വേഗത്തിൽ സ്വീകരിക്കാൻ തുടങ്ങിക്കോ. യേശുവേ, രാവിലെ ആ ചിത്രം ഒന്ന് കാണാം. അവൻ എന്റെ മുമ്പേ നടക്കുന്നു. പറയ് അവൻ എന്റെ മുമ്പേ നടക്കുന്നു. ചേർന്ന് പറഞ്ഞേ, അവൻ എന്റെ മുമ്പേ നടക്കുന്നു. അവൻ എന്റെ മുമ്പേ നടക്കുന്നു. യേശു എന്റെ മുമ്പേ നടക്കുന്നു. ഞാൻ അവന്റെ പിന്നാലെ നടക്കുന്നു. എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ എന്റെ മുമ്പേ നടക്കുന്നവനെല്ലാം അറിയാം. എനിക്ക് എങ്ങനെയാ നടക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷെ എന്നെ നടത്തുന്നവൻ എന്നെ എങ്ങനെയാ നടത്തേണ്ടതെന്ന് അറിയാം. ആരാ വചനത്തെ സ്വീകരിക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ നാളെ എന്താകുമെന്ന് ചിന്തിച്ചു വന്നവരൊന്ന് കരമുയർത്തുകേ. നാളെ എന്താകുമെന്ന് ചിന്തിച്ചു വന്നവരൊന്ന് കരമുയർത്തുകേ. വെറുതെ ഇനി ആ ചിന്ത കൊണ്ട് നടക്കരുത്. മുമ്പിൽ നടക്കുന്ന കർത്താവിനെ കണ്ടോണം. നായകനായിട്ട് മുമ്പിൽ നടക്കുന്ന കർത്താവിനെ കണ്ടോണം. You know that song? നായകനവൻ നമുക്ക് മുമ്പിലാ, നൽവഴികളെ ഒരുക്കിടുന്നവൻ. നായകനവൻ നമുക്ക് മുൻപിലായി, നൽവഴികളെ ഒരുക്കിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. നായകനവൻ എനിക്കു മുമ്പിലായി, നൽവഴികളെ ഒരുക്കിടുന്നവൻ. നായകനവൻ നമുക്ക് മുൻപിലായി, നൽവഴികളെ. ഞാൻ ഇന്ന് രാവിലെ മുമ്പിൽ നടക്കുന്ന കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവെ, ഏത് എക്സ്റ്റെന്റ് വരെ, ഏത് ഘട്ടം വരെ അങ്ങേക്ക് എന്നെ വിടുവിക്കാൻ കഴിയും? കർത്താവിന്റെ മറുപടി എന്താണെന്നറിയോ? ഞാൻ തീരാതെ നിന്നെ ആരും തൊടത്തില്ല. എന്നെ തീർക്കാൻ കഴിയുന്ന ഒന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. തുടങ്ങിക്കോ ഈ ജീവിതം, തുടങ്ങിക്കോ ഈ ജീവിതം. ഞാൻ പറയുന്ന അത്രയും പദങ്ങൾ എന്നോട് ചേർന്ന് ഏറ്റു പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, ഞാനൊരു തൊഴുത്തിലാണ്, ഞാനൊരു കൂട്ടത്തിലാണ്. ആ കൂട്ടത്തിന്റെ വാതിൽ യേശുവാണ്. ഞാൻ ഇതിൽ കയറിയതല്ല, ഞാൻ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നതാ. എന്നെ ഇതിൽ കയറ്റിയതാണ്. കയറ്റിയ പിന്നെ അവൻ എന്റെ വാതിലാണ്. ഇതിനകത്തുനിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ അവൻ ഇറക്കും. ഇറക്കിയ ശേഷം അവൻ എന്റെ മുമ്പിൽ നടക്കുന്നു, ഞാൻ അവന്റെ പിമ്പിൽ നടക്കുന്നു. എനിക്കൊരു വിചാരവുമില്ല, കാരണം എന്റെ മുമ്പിൽ നടക്കുന്നവൻ എന്നെ നടത്തുവാൻ കഴിവുള്ളവനാണ്. ഞാൻ പുൽപ്പുറങ്ങൾ അന്വേഷിച്ചിട്ടില്ല, എന്നെ നടത്തുന്നവൻ പുൽപ്പുറങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എനിക്കറിയണ്ട എവിടെയാ സാധ്യതകളെന്ന്. എന്നെ നടത്തുന്നവൻ അറിയാം എവിടെയാ സാധ്യതയെന്ന്, എവിടെയാ അവസരമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ നടത്തുന്നവൻ അറിയാം എവിടെ അവസരം. ഞാൻ അവിടേക്ക് പോവുകയല്ല, ആരോ എന്നെ കൊണ്ടുപോകുകയാണ്. അത് വേറെ ആരുമല്ല, എന്റെ കരം പിടിച്ചിരിക്കുന്ന എന്റെ കർത്താവാകുന്നു. ആമേൻ.
എല്ലാ വഴികളും എന്റെ മുമ്പിൽ എല്ലാവരും അടയ്ക്കുമ്പോഴും ഇതാ വഴി എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചുവിടുന്ന ഒരു കരത്തെ ഞാൻ കാണുന്നു. അത് യേശുവിന്റെ കരമാണ്. അവൻ എന്റെ പിമ്പിലല്ല, അവൻ എന്റെ മുമ്പിലാണ്. അവൻ വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല, അവൻ പൂർത്തീകരിക്കുന്നവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ചിത്രം ഒന്ന് നിങ്ങൾ കണ്ടേ? അയ്യോ പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇന്നത് കാണാതെ നിങ്ങൾ പോകരുതേ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സുരക്ഷിതരാ. കാരണം ആ വീടിന്റെ വാതിൽ യേശുവാ. ആ സഹോദരങ്ങളെ, നിങ്ങൾ അവിടെ സുരക്ഷിതരാ. സഹോദരി, നീ അവിടെ സുരക്ഷിതയാ. ഒന്ന് ഉറച്ചു വിശ്വസിച്ച്. ഒറ്റയ്ക്കായിരിക്കും അവിടെ താമസിക്കുന്നേ, ആരുമില്ലായിരിക്കും അവിടെ കൂടെ, പക്ഷെ നീ അവിടെ സുരക്ഷിതയാ. ഒരുത്തനും അവിടെ വന്നൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഏകാകിയായിരിക്കാം നിങ്ങൾ, പക്ഷേ ആരോടൊക്കെ കർത്താവ് അത് പറയാൻ പറയുന്നു? വിരോധമായി നിൽക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നവരൊന്നും നിങ്ങൾക്കൊരു ദോഷം ചെയ്യത്തില്ല. ഞാൻ ഇതിന്റെ അകത്ത് റെസ്റ്റ് ചെയ്യുക. എന്നെ തൊടാതെ, ഈ വാതിലൂടെ കേറാതെ, ഈ വാതിലിനെ തകർത്ത് താഴെ ഇടാതെ അതിനൊന്നും എന്നെ തൊടാൻ പോലും പറ്റും. അങ്ങോട്ട് ഉറച്ച് വിശ്വസിച്ചു. ഒന്ന് പറഞ്ഞേ അതിന്റെ ആശയം എങ്ങനെ മനസ്സിലാക്കി? എൻ്റെ മുൻപിൽ ഓരോ നിമിഷവും നടക്കുന്ന എൻ്റെ കർത്താവ്, അവൻ എന്നെ പച്ചയായ പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോകും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് കൊണ്ടുപോകും. ഞാനൊന്നും തേടണ്ട, ഞാനൊന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. ഇന്ന് ഞാൻ ഭയപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണേലും അതിൻ്റെ മുമ്പിൽ എൻ്റെ യേശുവുണ്ട്. എന്നെ താങ്ങി നിർത്തുന്നവൻ, എന്നെ താങ്ങി നടത്തുന്നവൻ, എന്നെ വഴി കാട്ടുന്നവൻ. തീരണമെന്ന് വെച്ച് ഞാൻ വണ്ടി ഓടിച്ചാൽ പോലും, ഞാൻ ആക്സിലേറ്റർ ചവിട്ടിയാൽ പോലും അവൻ അനുവദിക്കത്തില്ല. ഞാൻ തീർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. കാരണം അവൻ എൻ്റെ ഇടയനാ. തന്റെ നെഞ്ചിലെ ചോര കൊണ്ട് എന്നെ വീണ്ടെടുത്ത് എന്നെ തന്റെ തൊഴുത്തിലാക്കിയിരിക്കുന്ന എന്റെ നല്ല ഇടയനാ എന്റെ യേശു. അവൻ എന്നെ കൈവിടുകയില്ല, മറക്കുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്നും എപ്പോഴും 24 മണിക്കൂറും അവന്റെ ശബ്ദമല്ലാതെ വേറെ ഒരു ശബ്ദവും എന്റെ കാതിൽ മുഴങ്ങത്തില്ല. അവൻ ആൽഫയും ഒമേഗയുമാ, എന്റെ ആരംഭവും എന്റെ അവസാനവും. ഈ ഇടയനാ നിയന്ത്രിക്കുന്നത്, ഈ ഇടയനാ നയിക്കുന്നത്. വേറെ ഒന്നിനും, ഒരു ബാധയ്ക്കും ഒരു ഹാനിക്കും ഈ തൊഴുത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വാതിലിലൂടെ വേറെ ഒന്നും പ്രവേശിക്കത്തില്ല. ഓ, കരമടിച്ചോട്ടെ, യേശുവേ ആരാധിച്ചു. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, കൈവിടുകില്ല. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ, കൈവിടുകില്ല. അവൻ ഉറങ്ങുകയുമില്ല, എന്നെ ഉള്ളകൈയിൽ താങ്ങിടുന്നു. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളകൈയിൽ താങ്ങിടുന്നു. എന്നെ കരുതുന്നവൻ, നടത്തുന്നവൻ, ഇടയനവൻ, കരുതുന്നവൻ, നടത്തുന്നവൻ, ഇടയനവൻ, ഉറങ്ങുകയുമില്ല, എന്നെ ഉള്ളംകൈയിൽ താങ്ങിടുന്നു. ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ ഓൺ ലൈവായിട്ട് വീക്ഷിക്കുന്ന മക്കളോട് പ്രത്യേകിച്ച് പറയട്ടെ, നിങ്ങൾ ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നത് ഏത് വൻകരയിലിരുന്നാണെങ്കിൽ കൂടെ ഈ മിനിറ്റിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഈ വാതിലൂടെ കടന്നിട്ടല്ലാതെ ഒന്നും നിങ്ങളുടെ അടുക്കൽ എത്തുകയില്ല. നിങ്ങൾ വിശ്രമിക്കുമ്പോഴും അവിടുന്ന് ഉറങ്ങാതെ മയങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി സദാ ശ്രദ്ധാലുവായിരിക്കുന്നു. നിങ്ങൾ ഉണരുമ്പോ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഉണരുമ്പോ നിങ്ങളുടെ കൂടെ ഉണർന്ന് നിങ്ങൾക്ക് മുമ്പേ എൻ്റെ മോളാവള്, എൻ്റെ മോനാവന് എന്ന് പറഞ്ഞു ഒരു ദിവസം പോലും ലേറ്റ് ആകാതെ നടക്കുന്ന ദൈവകൃപ ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ മടിക്കേണ്ട പരിധി കൂടാതെ
നന്ദി പറഞ്ഞ് യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങി. ആരെല്ലാം കേറി വന്നെന്നെ ആക്രമിച്ചേനെ, എവിടെ ഞാൻ തകർന്നു വീണേനെ. സഹോദര, നിങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യം നടക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഇങ്ങോട്ട് വരിക. യേശു ഇപ്പൊ എന്നോട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ വാതിലാവുക, നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നവനായി ഞാൻ മാറുവാന്ന് യേശു പറയുന്നു. സൗഖ്യം വ്യാപരിക്കുക. അയാൾ പരിപൂർണമായിട്ട് സൗഖ്യമാവുക. അയാളുടെ വയറിലോടൊന്ന് കൈവച്ചോ, വയറിലോടൊന്ന് കൈവച്ചോ. വലിയ സൗഖ്യം അയാളുടെ വയറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ജീവന്റെ സമൃദ്ധി ദൈവം അയാളുടെ മേൽ അയച്ചുകൊണ്ടിരിക്കുക. ശരീരം ആസകലം വലിയ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതായത് മുഴുവൻ ശരീരത്തെയും കർത്താവ് സ്പർശിക്കുക. രക്തത്തിൽ യേശുവിന്റെ സ്പർശനം നടക്കുക. ഈ ഭാഗത്തേക്ക് ഒരു വലിയ ദൈവകൃപ വന്ന് നിൽക്കുന്ന സഹോദരങ്ങളെ, ആവശ്യമുള്ളവർ ആഗ്രഹിച്ചാട്ടെ, ആവശ്യമുള്ളവർ ആഗ്രഹിച്ചാട്ടെ. 4 സൗഖ്യങ്ങൾ ഒറ്റയടിക്ക് ശരീരത്തിൽ നടന്നിരിക്കുന്നു. ഇവിടെ തന്നെ ക്ലിനിക്കുകളുണ്ട്, അപ്പുറത്ത് പോയി ചെക്കപ്പ് ചെയ്തു. നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആയിരിക്കുന്നു, ഷുഗർ ലെവൽ നോർമൽ ആയിരിക്കുന്നു, പ്രഷർ ലെവൽ നോർമൽ ആയിരിക്കുന്നു, രക്തത്തിലുള്ള 5 രോഗങ്ങൾ സൗഖ്യമായിരിക്കുന്നു. ഈ 5 ഉള്ളതാ അല്ലേ? ഉള്ളതാണ്. സന്തോഷത്തോടെ പോകാം. ഇത് ഓർത്തോണം. നിങ്ങൾ ഉറങ്ങിയപ്പം ആള് വാതില, നിങ്ങൾ ഉണർന്നപ്പം മുമ്പേ നടക്കുന്നവനാ, താഴടിയാകാൻ സമ്മതിക്കത്തില്ല. ഈ സഹോദരിയുടെ തലയ്ക്കകത്തുനിന്ന് കർത്താവ് അഴിച്ചു കളയുന്നു. ഇങ്ങോട്ട് കൈയിടുന്നത് ഞാൻ കാണിക്കട്ടെ. ഇവിടെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ മകളെ. ഇത് എത്ര വർഷമായി? സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് തലവേദനയുള്ള. അന്ന് മോനുള്ള ഇനി ഇവളുടെ മേൽ ആ ബാധയ്ക്ക് പിന്തുടരാൻ അധികാരമില്ല. ഇന്ന് ഇപ്പം ഇറങ്ങ വെളിയില്. അഴിയുന്ന കാണുക. ഇനി 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 ഇതിനെ തൊട്ടു പോരുത്. ഈ മകളെ, ഇവള് യേശുവിന്റെ മകളെ, പ്രിയപുത്രിയാ ഇവള്. പിടിച്ചോ, പ്രിയപുത്രിയാ യേശുവിന്റെ. ഈ തലയ്ക്കകത്തുനിന്ന് അഴിയട്ടെ, തലയ്ക്കകത്തുനിന്ന് അഴിയട്ടെ, 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 അഴിയട്ടെ. ഈ ശരീരമാസകലം ദൈവശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഈ മിനിറ്റിൽ തന്നെ രക്ഷയുടെ പിടിച്ചോ. കണ്ടേ, അതഴിഞ്ഞു പോവാ. സൗര തലയോട് കൈവച്ചു. ആയുസ്സിൽ ഇനി അത് വരാതെ വണ്ണ മകളെ യേശു സൗഖ്യമാക്കുന്നു. കരമടിച്ച യേശുവിനെന്ന്. ഈ ഇടത്തെ ഷോൾഡറിന് എന്നാ പറ്റിയതാ? വണ്ടി കൊണ്ടിട്ട് ആക്സിഡന്റ് സംഭവിച്ചതാ. റിവേഴ്സ് എടുത്തപ്പോ ഇടിച്ചതാ. എത്ര വർഷമായി? എന്നാ പ്രയാസം? ഭയങ്കര വേദനയാ. ഭയങ്കര വേദനയാ. എന്റെ യേശുവേ, എന്നെ അങ്ങ് എടുത്തോ. എന്റെ യേശുവേ, എന്നെ കൊണ്ടോക്കോ. അയ്യോ, ആ തോളിലേക്ക് കൈ അങ്ങ് ഓടിച്ചു പ്രാർത്ഥിച്ചു. അയ്യോ അച്ഛാ, കംപ്ലീറ്റ് മാറിയല്ലോ അച്ഛാ. പൊങ്ങട്ടെ, താഴട്ടെ, തിരിയട്ടെ, കറങ്ങട്ടെ, ഇടിക്ക്. മറ്റേ കൈ കൊണ്ട് ഇവിടെ ഇടിക്ക്. ഞാനിവിടെ ഇടിക്കാം. പോയി. ചിരയിലും ഉണ്ടോ? ഇല്ല. കരമടിച്ച യേശുവിന് ആരാധന ഉണ്ട്. ആണ്ടേ, ഇവിടെ എല്ലാ സൗഖ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. സ്വീകരിക്കുക. ഈ മകളെ യേശു തൊടുന്നു. അതിനെ വിളിക്ക. ഇങ്ങോട്ട് കൊണ്ടുപോവാ.
ഇടനാഴി നിക്കല്ലേ, ഇടനാഴി നിക്കല്ലേ. യേശുവേ, എന്റെ കർത്താവേ. സൗര മാറിക്കോ, 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 പുറയുന്നു മാറിക്കോ. ഈ മകളുടെ ഗർഭപാത്രത്തെ പിശാച് അടച്ചു വെച്ചിരിക്കുന്നു എന്നാ കർത്താവ് പറയുന്നത്. ഇന്ന് ഇതിനെ തുറക്കുക യേശു. ജീസസ്. സന്താന പുഷ്ടിയുള്ളവളായിട്ട് നീ പെരുകാൻ പോവുക. കർത്താവ് അങ്ങനെ പറയുന്നു എന്നോട്. കൈ ഊപ്പി പിടിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. രക്ഷിതാവേ, രക്ഷിതാവേ. തൊടണേ യേശുവേ. പക്ഷെ വിഷയം ഇവിടെ അല്ല. അവൾക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കാൻ, അവളുടെ ഭർത്താവിന് വേണ്ടിയാ പ്രാർത്ഥിക്കാൻ. ഭർത്താവ് വന്നിട്ടുണ്ടോ? ഭർത്താവാണോ? ആനന്ദ്. ജീസസ്, നിനക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ. കർത്താവ് നിന്നെയാ തൊടുന്നത്. ജീസസ്. ജീവന്റെ കൃപ ഇറങ്ങുവാ മോനെ. തുടങ്ങി 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 തുടങ്ങി. ഇയാളുടെ ബ്ലഡ് കൗണ്ട് വർദ്ധിക്കുക. ഇപ്പോ ഇയാളുടെ ബ്ലഡിലുള്ള ചൂട് താഴുന്നു. പ്രസാദല്ലേ? ആണോ? പ്രസാദാണോ? നിന്റെ ബ്ലഡിലെ കൗണ്ട് താഴുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലഡ് കൗണ്ടിനെ യേശു തൊടുന്നു. എവിടുന്നാ നീ വരുന്നേ? നിരണം ഭദ്രാസനത്തിന്റെ ആൾക്കാരായി ഇന്ന് വന്നിരിക്കുന്ന എല്ലാം. ഇയാളുടെ പ്രശ്നം ബ്ലഡ് കൗണ്ടില്ല അല്ലേ? ഇവിടെ സ്കാനിങ് മെഷീനും ഒക്കെ ആയിട്ടാ കർത്താവ് വന്നേക്കുന്നത്. ഫുൾ ടെസ്റ്റിംഗ് ഇവിടെ ഉണ്ട്. ആദ്യമായിട്ട് വരുവാന്നോ? ഇതിനെ കൊണ്ട് വരിക, നിരണത്തുനിന്ന് വരിക. രണ്ട് ക്രിയ. ഇയാളുടെ ബോഡിയിലെ ഹീറ്റ് താഴുന്നു, ബ്ലഡിന്റെ കൗണ്ട് കൂടുന്നു. എൻ്റെ ബ്ലഡ് കൗണ്ട് താന്ന് കിടക്കുക. അതാണ് പ്രത്യുൽപാദനത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ? ഏത് ഹോസ്പിറ്റലിൽ നിന്ന് ഏത് ഡോക്ടറായി റിപ്പോർട്ട് പറഞ്ഞേ? ഹോസ്പിറ്റലിൽ പോയായിരുന്നു, ഒത്തിരി ഹോസ്പിറ്റലിൽ പോയി. എല്ലായിടത്തും ഇത് തന്നെയാ പറഞ്ഞേക്കുന്നത്. നീ അപ്പനാകാൻ പോകുന്നു. ഇയാളുടെ മേലേക്ക് ഒരു ദൈവശക്തി അടിക്കാൻ പോവാണേ. Let the power of God move.